നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട് ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി സ്ഥലങ്ങളിൽ ഭാഷാ പ്രേമം വളരെ വലുതാണ്. പക്ഷെ മലയാളികൾക്ക് ഇതൊരല്പം കുറവാണെന്ന് മാത്രമല്ല, നമ്മൾ എല്ലാ ഭാഷയും പഠിക്കാറുണ്ട്. ഇംഗ്ലീഷിനോടോ ഹിന്ദിയോടോ ഒന്നും നമുക്ക് ദേഷ്യമോ പ്രാദേശികവാദങ്ങളോ ഒന്നും തോന്നാറില്ല. എന്നാൽ മലയാളികൾക്ക് ഇംഗ്ലീഷ് അറിയാം, നമുക്ക് കേട്ടാൽ മനസ്സിലാക്കും, നമുക്ക് എഴുതാൻ അറിയാം, പക്ഷേ പറയാനൊരു ഭയമാണ്. പൊതുവിൽ നമുക്ക് ആ ഭാഷയെക്കുറിച്ച് അടിസ്ഥാനപരമായ ധാരണയൊക്കെ ഉണ്ടെങ്കിലും സംസാരത്തിൽ അത് വരാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാലും ഈ ഒരു അവസ്ഥയെക്കുറിച്ച് സുപ്രീം കോടതിക്ക് സമാനമായൊരു പരാമർശമുണ്ട്. അതാണ് ഇന്നത്തെ വാർത്ത. മലയാളികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തെയും ആശയവിനിമയ ശൈലിയെയും കുറിച്ച് കൗതുകകരമായ ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കേരളത്തിൽ ഭാഷാപരമായ തടസ്സങ്ങളുണ്ടെന്നും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും മലയാളികൾ അത് സംസാരിക്കാൻ മടിക്കാറുണ്ട് എന്നുമാണ് കോടതിയുടെ വിലയിരുത്തൽ. പഞ്ചാബ് സ്വദേശിനിയായ യുവതി നൽകിയൊരു വിവാഹമോചന കേസ് കേരളത്തിൽ നിന്നും ലുധിയാനയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഈ പരാമർശം നടത്തിയത്. കേസിൽ ഭർത്താവിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അൽജോ ജോസഫ് ഈ വാദത്തെ ശക്തമായി എതിർത്തു. കേരളത്തിൽ ഭൂരിഭാഗം പേർക്കും ഇംഗ്ലീഷ് സുപരിചിതമാണെന്നും അവിടം തികച്ചും ഭാഷാ സൗഹൃദ സംസ്ഥാനമാണെന്നും അദ്ദേഹം ബോധിപ്പിച്ചു. എന്നാൽ ഈ വാദത്തോട് ബെഞ്ചിലെ ജസ്റ്റിസ് സന്ദീപ് മേത്ത വിയോജിക്കുകയായിരുന്നു. ഞങ്ങളോടത് പറയരുത്, കേരളത്തിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കൂടിയും അവർ സംസാരിക്കാൻ തയ്യാറാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഭാഷാപരമായ ബുദ്ധിമുട്ടുകൾ മുൻനിർത്തി നിലവിൽ കോട്ടയം കോടതിയിലുള്ള കേസ് നടപടികൾ ലുധിയാനയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തു. മലയാളികളുടെ ഇംഗ്ലീഷ് ഭാഷാ പരിചാരത്തെക്കുറിച്ചുള്ള സുപ്രീം കോടതി നിരീക്ഷണം എന്തായാലും വളരെ വലിയ ചർച്ചയാണ്. കോട്ടയം സ്വദേശിയായ ഒരു യുവാവ് പഞ്ചാബ് സ്വദേശിനിയായ യുവതിയും തമ്മിലുള്ള വിവാഹമോചന കേസ് ഈ പഞ്ചാബിലെ ലുധിയാനയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ നടത്തി കോടതിയുടെ കേരളത്തെക്കുറിച്ചുള്ള ഭാഷാ പരിജ്ഞാനം എന്തായാലും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 2017 വിവാഹിതരായ ഇവർ 2023 യുവതി UK മാറിയതോടെ വേർപിരിയുകയായിരുന്നു. തുടർന്ന് ഭർത്താവ് വിവാഹമോചനത്തിനും കുട്ടിയുടെ കസ്റ്റഡിക്കുമായി കേരളത്തിൽ ഹർജി നൽകി. കഴിഞ്ഞ 3 വർഷമായി കുട്ടി തന്റെ സംരക്ഷണയിലായതിനാൽ കേസ് കേരളത്തിൽ തന്നെ തുടരണമെന്നാണ് ഭർത്താവിന്റെ ആവശ്യം. എന്നാൽ ഭാഷാപരമായ ബുദ്ധിമുട്ടുകൾ കാരണം കേരളത്തിലെ കോടതി നടപടികളിൽ പങ്കാളിയാകാൻ തനിക്കോ തന്റെ കാര്യങ്ങൾ നോക്കുന്ന അമ്മയ്ക്കോ സാധിക്കുന്നില്ലെന്നും യുവതി കോടതിയെ അറിയിച്ചു. സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്ക് വന്നപ്പോൾ മലയാളികളുടെ ഭാഷാ പരിജ്ഞാനത്തെ ചൊല്ലി ഇരുപക്ഷവും തമ്മിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. കേരളം ഭാഷാ സൗഹൃദ സംസ്ഥാനമാണെന്നും അവിടുത്തെ ഭൂരിഭാഗം ആളുകൾക്കും ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാമെന്നും ഭർത്താവിന്റെ അഭിഭാഷകനായ അൽജോ ജോസഫ് കോടതിയിൽ വാദിക്കുകയായിരുന്നു. അതിനാൽ കേസ് കേരളത്തിൽ തന്നെ തുടരുന്നതുകൊണ്ട് യുവതിക്ക് യാതൊരുവിധ ഭാഷാ ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഈ വാദത്തോട് ജസ്റ്റിസ് സന്ദീപ് മേത്ത യോജിക്കാതെ വന്നതോടുകൂടിയാണ് കേരളത്തെക്കുറിച്ചുള്ള പരാമർശം വന്നത്. കേരളം അത്രത്തോളം ഭാഷാ സൗഹൃദമുള്ള സ്ഥലമാണെന്ന് പൂർണ്ണമായി പറയാനാകില്ലെന്നും അവിടെയുള്ളവർക്ക് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്നുമാണ് കോടതി നിരീക്ഷിച്ചത്. ഭാഷാപരമായ തടസ്സങ്ങൾ കാരണം യുവതിക്ക് ഇതുവരെ കോടതി നടപടികളിൽ കൃത്യമായി പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെന്ന വസ്തുത കൂടി കണക്കിലെടുത്തുകൊണ്ട് സുപ്രീം കോടതി ഒടുവിൽ കേസ് ലുധിയാനയിലേക്ക് മാറ്റാൻ ഉത്തരവിടുകയായിരുന്നു.